നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഡോണ പ്രദേശ്, അസംബ്ലീസ് ഓഫ് ഗോഡ് പെരിങ്കിരി സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 150-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 85-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ ജനത ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമായി പലപ്പോഴും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും പ്രവാസികളായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനത തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവകോപത്തിൽ നിന്നും ഒഴിവുള്ളവരായി പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. തങ്ങളുടെ ദയനീയ അവസ്ഥയെ അറിയിച്ച് ദൈവകോപം പിൻവലിക്കുവാനും ഉണർവുണ്ടാക്കുവാനും ദയയും ദൈവിക കടാക്ഷവും പിന്തുടരുവാനും യാക്കോബിൻ പ്രവാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഏറ്റുപറച്ചിൽ നടത്തുന്നില്ലെങ്കിലും പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തിനായുള്ള അപേക്ഷയാണിവിടെ കാണുവാൻ സാധിക്കുന്നത്. സമാധാനത്തിനുള്ള ഉത്തരം വേഗത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഉറപ്പോടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. ദൈവം എന്ത് കൽപ്പിച്ചാലും അത് അതേപടി അനുസരിക്കാമെന്നുള്ള മനോനില കൈവരിച്ച് താഴ്മയെ ധരിക്കുന്നു. ദൈവ സാന്നിധ്യം ഇല്ലാത്ത സമയം നിത്യവേദന പോലെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ഭാഗത്തിൽ ദോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവർ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമരുളും എന്ന് പ്രത്യാശിക്കുന്നു. അതായത് ആത്മീകമായ അധംപതനം ഇസ്രായേൽ ജനതയുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദേശത്തിൽ വീണ്ടും വരുമെന്നും ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്നവർക്ക് രക്ഷ അടുത്തിരിക്കുന്നതായും വിശ്വാസത്തോടെ പ്രത്യാശിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അടുത്തിരിക്കുമ്പോൾ ദൈവമഹത്വം ജനത്തിൻ മധ്യേ വസിക്കുന്നു. ദൈവത്തിൽ നിന്നും രക്ഷ വരുന്നതാണ് ഉണർവ്. 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ മഹത്വ പ്രത്യക്ഷതയിൽ യേശു രാജാവായി ഈ ഭൂമിയിൽ വരുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടാകുന്ന സ്ഥിതി വിവരിക്കുന്നു. ഏത് ഉണർവിലും ദൈവിക അഗ്നി ഇറങ്ങുമ്പോൾ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേൽക്കും, അശുദ്ധി അകന്നു പോകും. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ സത്യത്തിന്റെ പ്രതീകമായ സകല മാനങ്ങളും ക്രിസ്തു നിറവേറ്റി. നമ്മുടെ അനുസരണക്കേടിലും പിന്മാറ്റത്തിലും താങ്ങാവുന്ന സ്നേഹം എത്ര സ്ഥിരതയുള്ളതാണ്! ദൈവസ്നേഹം പോലെ പകരം വയ്ക്കുവാൻ മറ്റൊരു സ്നേഹവുമില്ല. അതേപോലെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. യേശുവിന്റെ ക്രൂശിലെ യാഗത്താൽ നീതിയുടെ സകല മാനങ്ങളും നിവർത്തിച്ചിരിക്കയാൽ ഒരു വിശ്വാസിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി തന്റെ നിത്യസ്നേഹിതനായ ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ സ്വർഗം നീതിയോടെ അനുഗ്രഹം ചൊരിയും എന്ന് കാണുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസ്തനായ യഹോവ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ക്ഷാമവും വരൾച്ചയും ഇല്ലാതെയായി ദേശം വിള നൽകുവാൻ ഉതകുന്ന വിധത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളോട് ദയ കാണിക്കുന്നു. ഏറ്റുപറയാത്ത പാപമുള്ളപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയില്ല. പാപത്തെ ഏറ്റുപറഞ്ഞ് മനം തിരിയുമ്പോൾ വലിയ ആത്മീക സന്തോഷവും ഉണർവും ഉണ്ടാകുന്നു. അസമാധാനത്തിന്റെയും ചിതറപ്പെടലിന്റെയും അവസ്ഥകളിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ലൊരു ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചിന്തിച്ച ദൈവവചനം പോലെ പാപത്തെ ഏറ്റുപറഞ്ഞ് മനം തിരിഞ്ഞ് ഉണർവ് പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമം തന്നെ ആമേൻ.